الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹാതിരണ്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകാരം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ഒരു മനസ്സിന്റെ ഉടമകളായി ഈ ലോകത്ത് ജീവിക്കുക എന്നത്. എല്ലാവരുടെ ഇടയിലും നമുക്ക് സ്ഥാനം കിട്ടണം, എല്ലാവരും നമ്മളെ ആദരിക്കണം, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം. ആ നിലക്ക് എല്ലാവരുമായി നല്ല ഇടപെടലുകൾ നടത്തി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കണം എന്നത് ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം ആ നിലക്ക് ഒരു പരിശോധനക്ക് വിധേയമാക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുഅറയിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ആമുഖമായി ഞാൻ ഓതിക്കേൽപ്പിച്ച വചനത്തിലുള്ളത്. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പരലോകത്തെ ഭയാനകമായ അവസ്ഥയിൽ അള്ളാഹുവേ, നീ എന്നെ അപമാനിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദർശ പിതാവ് അള്ളാഹുവിനോട് പറയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ആ ലോകം എന്ന് പറയുന്നത് മക്കളെ കൊണ്ടോ സമ്പത്തും ഒന്നും ഉപകരിക്കാത്ത ഒരു ദിവസമാണ്, ഒരു ലോകമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തിന്റെ ഉടമകൾക്കല്ലാതെ എന്ന് ഖുർആൻ. എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്തും അവന്റെ മക്കളുമൊക്കെ ഒരു മനുഷ്യന് പരലോകത്ത് ഉപകാരമാകുന്നത് എപ്പോഴാണ്? അത് സലീമായ ഹൃദയത്തിന്റെ ഉടമയാകുമ്പോഴേ അവന് അത് ഉപകാരപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ മക്കളോ സന്താനങ്ങളോ അവന്റെ സമ്പത്തോ അധികാരമോ ഒന്നും ഉപകാരപ്പെടാത്ത അവസ്ഥയാണ് പരലോകത്തുണ്ടാവുക എന്ന് ഖുർആൻ പറഞ്ഞു തന്നു. ആ ലോകത്തിന്റെ അവസ്ഥയെ സൂറത്തുൽ ഹാക്കയിൽ കുറച്ചുകൂടി അള്ളാഹു വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. മാ അഗ്ന അന്നി മാലിയ, ഒരാളുടെ സമ്പത്തും ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ്. എല്ലാം നശിച്ചുപോയി, സമ്പാദ്യമെല്ലാം അവസാനിച്ചു. എത്ര സമ്പാദ്യമുണ്ട് എന്ന് അഹങ്കരിച്ച മനുഷ്യനും ഈ ലോകത്തുനിന്ന് വിട പറയുന്നതോടുകൂടി അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോയി. പരലോകത്ത് അവന്റെ സമ്പത്തോ അവന്റെ ആ നിലക്കുള്ള ഒന്നും അവന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഹലക അന്നി സുൽത്താനിയ, അവന്റെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളും മാനങ്ങളും അതുപോലെ തന്നെ അവന്റെ അധികാരവും അവന്റെ പ്രൗഢിയും അവന്റെ രാജകീയതയും ഒന്നും അവിടെ ഉപകാരമില്ല. എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന് അവൻ വിലപിക്കുന്ന ഒരു ലോകമാണ് പരലോകം. അവനെ പിടിക്കൂ, ബന്ധിക്കൂ എന്ന അല്ലാഹുവിന്റെ കൽപ്പന മലക്കുകളോട്. സുമ്മൽ ജഹീമ സൊല്ലു, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് അവനെ വലിച്ചെറിയൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹു, 70 മുഴം നീളമുള്ള ചങ്ങലകളാൽ അവനെ ബന്ധിക്കൂ. അത്തരം ഒരു ലോകമാണ് പരലോകമെന്ന് സൂറത്തുൽ ഹാക്കയിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ ലോകത്ത് മക്കൾ ഉപകാരപ്പെടുന്നില്ല, സമ്പാദ്യം ഉപകാരപ്പെടുന്നില്ല, അധികാരം ഉപകാരപ്പെടുന്നില്ല. അവനിവിടെ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ, അതൊന്നും ഉപകാരപ്പെടുന്നില്ല. എന്നാൽ ഉപകാരപ്പെടുന്നത് എന്താണ്? അത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തിന്റെ ഉടമകൾക്കല്ലാതെ ഇതൊന്നും ഉപകാരപ്പെടില്ല എന്ന് ഖുർആൻ പറഞ്ഞു തന്നു. എന്താണ് കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചു തന്നു. വസാഹിബുൽ ഖൽബിൻ സലീം, സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ, ഹൃദയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹുവ ദാഖല്ലദീ സല്ലമ ഖൽബഹു വസദ്റഹു മിനശ്ശിർകി വന്നിഫാഖി വമിനൽ ഹിഖ്ദി വൽഹസദി വസയ്യിൽ ആഫാതി വൽകിബ്രി വൽഉലൂബി അലൽ ഖൽഖ്. പണ്ഡിതന്മാർ പറയാണ്, യഥാർത്ഥത്തിൽ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ അത് മിനശ്ശിർകി, ശിർക്കിൽ നിന്ന് മോചനം നേടിയ ഹൃദയമാണ്. വന്നിഫാഖി, അതുപോലെ തന്നെ നിഫാഖിൽ നിന്ന് മോചനം നേടിയ ഹൃദയമാണ്. കാപട്യത്തിൽ നിന്ന് മോചനം നേടിയ ഹൃദയമാണ്. ഒമിനൽ ഹിഖ്ദി, വൈരാഗ്യത്തിൽ നിന്ന് മോചനം നേടിയ ഹൃദയമാണ്. വൽ ഹസദി, പരസ്പരമുള്ള അസൂയ, അസൂയയിൽ നിന്ന് മോചനം നേടിയ ഒരു മനസ്സാണ്. വസയിൽ ആഫാത്ത്, അഥവാ മറ്റുള്ളവരെ മേൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് മോചനം നേടിയ ഹൃദയമാണ്. വൽ കിബർ, അഹങ്കാരത്തിൽ നിന്ന് മോചനം നേടിയ മനസ്സാണ്. വൽ ഉലൂവി അലൽ ഖൽഖ്, മറ്റുള്ളവരുടെ മേൽ പൊങ്ങച്ചം നടിക്കുന്നതിൽ നിന്ന് മോചനമുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരു മനസ്സിന്റെ ഉടമയ്ക്കാണ് കൽബുൻ സലീം എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇനി നമ്മളൊന്ന് പരിശോധിക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്, എങ്ങനെയുള്ള മനസ്സാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയ്ക്കാണ് ഈ നിലക്ക് ബിഖൽബിൻ സലീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യൻ മാത്രമാണ് പരലോകത്ത് ഈ കാര്യങ്ങൾ ഉപകാരപ്പെടുകയും അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുകയും ചെയ്യുക. മുൻഗാമികളെ കുറിച്ച് മഹാന്മാരായ സ്വഹാബിമാര് തന്നെ പറയുന്നത് കാണാൻ കഴിയും. ഇയാസ് ബിൻ മുആവിയ അൻ നബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറയുകയാണ്,
അന്ന അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അനുചരന്മാരെ കുറിച്ച് പറയുകയാണ്, കാന അഫ്ളലുഹും ഇൻദഹും യഗ്നി അൽമാദീന അസ്ലമഹും സദ്റൻ വഅഖല്ലഹും ഖൈബ. സ്വഹാബാക്കളൊക്കെ ഉന്നതരാണ്, അവരൊക്കെ നക്ഷത്ര തുല്യരാണ്, അത്രമേൽ മഹത്വമുള്ളവരാണ് സ്വഹാബിമാർ. എന്നാൽ ആ സ്വഹാബിമാരിൽ ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് പറയാണ്, അഫ്ളലായ ആളുകൾ ആരാണ്? അവർ അൽമാദീന അസ്ലമഹും സദ്റ വഅഖല്ലഹും ഖൈബ, ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളും അതുപോലെ തന്നെ ഗീബത്തില്ലാത്തവരും, ഗീബത്ത് പറയാത്തവരും, പരദൂഷണം പറയാത്തവരും, അല്ലെങ്കിൽ പരദൂഷണം കുറഞ്ഞു പോയവരുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുൻഗാമികളിൽ ഉത്തമരായ ആളുകൾ എന്നാണ്. ഇപ്പൊ ഒരു മനുഷ്യനെ ഉത്തമനാക്കുന്ന ഗുണമാണ് ഒരു നല്ല മനസ്സിന്റെ ഉടമയായി തീരുക എന്നത്. അങ്ങനെയുള്ള ആളുകൾ കർമ്മം ചെയ്താലോ ഇബാദത്തുകൾ ചെയ്താലോ അത് മറ്റുള്ളവൻ ചെയ്യുന്നത് പോലെയല്ല. കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കുമെന്ന് നമുക്ക് മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നത് കാണാൻ കഴിയും. സുഫിയാൻ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖുൽതു ലി അബീ ബശീരിൻ വഖാന മിന സ്വഹാബി അലിയിൻ അഖ്ബർനി അൻ അമാലി മൻ ഖാന ഖബ്ലനാ. മുൻഗാമികളായ ആളുകളുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖാനു യഅമലൂന യസീറൻ വയൂജറൂന കസീറാ. അവരെന്ന് പറഞ്ഞാൽ മുൻഗാമികളായ സ്വഹാബിമാർ, അവര് കുറച്ചു പ്രവർത്തനങ്ങൾ ചെയ്താലും കൂടുതൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയവരാണ്. എന്ന് പറഞ്ഞാൽ തീരെ പ്രവർത്തനം ചെയ്യാത്തവരല്ല, അവരെ അപേക്ഷിച്ച് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്താലും അവർ കൂടുതൽ, അതുകൊണ്ട് തന്നെ പുണ്യം നമ്മളെക്കാൾ കരസ്ഥമാക്കുന്നവരാണ്. അതെന്താണ് അത് കാരണം? ഖാല ഖുൽതു വലിമദാഖ, അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറച്ചു പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ലി സലാമത്തി സുദൂരിഹിം, അതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായതുകൊണ്ടാണ്, കൽബിൻ സലീമിന്റെ ഉടമകളായതുകൊണ്ടാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളാവുക, അവർക്കാണ് വമ്പിച്ച പ്രതിഫലങ്ങൾ അവരുടെ ഇബാദത്തുകൾ കൊണ്ട് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. പിശാചിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കാനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. ഈ പറഞ്ഞ അസൂയയും പകയും നിഫാക്കും കാപട്യവും ഒക്കെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ എങ്ങനെ നരകത്തിന്റെ വക്താവാക്കി മാറ്റാനുള്ള കഠിനമായ പരിശ്രമമാണ് പിശാച് സദാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഹൃദയങ്ങൾ, ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവൻ പലതും അവനെ പ്രചോദിപ്പിക്കും. ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ പിശാചിന്റെ പണിയാണ്. അതിനുവേണ്ടി പ്രത്യേക പിശാചുക്കൾ ഉണ്ട് എന്ന് പോലും നമുക്ക് ഹദീസുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതിന്റെ പേരിൽ അവർക്ക് ആഘോഷങ്ങളുണ്ട്, അവർ യോഗം കൂടും എന്ന് കാണാം. ഇങ്ങനെ ആളുകൾ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ, ഹൃദയങ്ങൾ തമ്മിൽ വൈരാഗ്യമുണ്ടാക്കാൻ, പകയുണ്ടാക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ, പ്രശ്നങ്ങളും കലഹങ്ങളും സൃഷ്ടിക്കാൻ, ഇതൊക്കെയാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന ശൈത്വാന പിശാച് യൻസഉ ബൈനഹും ഇന്ന ശൈത്താന ഖാല ലിൻസാനി അദുവ്വൻ മുബീന. പിശാച് പ്രത്യക്ഷമായ വ്യക്തമായ ശത്രുവാണ്, മനുഷ്യന്റെ ശത്രുവാണ് എന്ന് ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് പിശാച് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുക, വൈരാഗ്യമുണ്ടാക്കാനാണ് ശ്രമിക്കുക. വിശ്വാസികൾ അത് ജാഗരൂകരായിരിക്കണം എന്നർത്ഥം അല്ലെ. നല്ല ഒരു മനസ്സിന്റെ ഉടമകളാകാൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാകാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, പ്രവാചകനോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ ആരാണ് എന്ന് പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു. ഖാല, അപ്പൊ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ, ഏറ്റവും നല്ല അഫ്ളലായ മനുഷ്യരുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉത്തമരായ വ്യക്തികൾ സദൂഖുൽ ലിസാൻ, മഖ്മൂമിൽ ഖൽബ്, ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകളാണ് എന്ന് പ്രവാചകൻ. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ, ഖാലു സദൂഖുൽ ലിസാൻ നഅരിഫുഹു, അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, സദൂഖുൽ ലിസാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ നാവുള്ളവർ, കളവ് പറയാത്ത, ഏഷണി പറയാത്ത, പരദൂഷണം പറയാത്ത, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകൾ, നല്ല നാവുള്ളവർ എന്ന അർത്ഥത്തിലാണ് സദൂഖുൽ ലിസാൻ, സത്യസന്ധമായ നാവ് എന്ന് പറഞ്ഞത് മനസ്സിലായി. എന്നാൽ മഹ്മൂമുൽ ഖൽബ് എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. ഫമാ മഹ്മൂമുൽ ഖൽബി, അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഖാല ഹുവ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗി വലാ ഖില്ല വലാ ഹസദ്. മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അടിച്ചുവാരപ്പെട്ട ഹൃദയം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അടിച്ചുവാരപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ?
ധാർമ്മിക വിശുദ്ധി, അവന്റെ മനസ്സ് ധാർമ്മിക വിശുദ്ധി പാലിക്കുന്നവനാണ്. ഒന്ന് അതുപോലെ തന്നെ സംശുദ്ധ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് ആ വ്യക്തി. ലാ ഇസ്മ ഫീഹി, അവൻ പാപം ചെയ്യുകയില്ല. വലാ ബഗി, അവൻ അക്രമം പ്രവർത്തിക്കുന്നില്ല. വലാ ഇല്ല, അവൻ ആരെയും വഞ്ചിക്കുന്നില്ല. വലാ ഹസദ, ആരോടും അവൻ അസൂയ വെച്ച് പുലർത്തുന്നില്ല. ഈ നിലക്ക് ഇത്തരം തെറ്റുകളെ, വഞ്ചനയെ, ചതിയെ, അസൂയയെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ, എല്ലാ തിന്മകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിച്ച ഒരു വ്യക്തി, അതാണ് സലീമായ ഹൃദയം എന്ന് പറയുന്നത്. അവനാണ് മഹ്മൂമുൽ ഖൽബ്, അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവൻ എന്ന്, അവനാണ് അഫ്ളലായ മനുഷ്യൻ, അഫ്ളലായ മുഅ്മിൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അത്തരം ഒരു വ്യക്തിയാകാനാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആരുടെ കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക, ആരുടെ കർമ്മങ്ങളാണ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക? ആഴ്ചയിൽ 2 ദിവസം കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. തുറദു അഅ്മാലുൻ നാസി ഫി കുല്ലി ജുമഅത്തിൻ മറത്തൈൻ, എല്ലാ ആഴ്ചയിലും 2 ദിവസം അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടും. യൗമുൽ ഇസ്നൈനി വ യൗമുൽ ഖമീസ്, ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഒന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് അന്ന് സുന്നത്ത് നോമ്പുകൾ എടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞത്. എല്ലാ മുഅ്മിനിന്റെയും കർമ്മങ്ങൾ അള്ളാഹിലേക്ക് ഉയർത്തും, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. എന്നാൽ ഇല്ല അബ്ദൻ, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ, ഒരുവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുകയില്ല എന്ന് പ്രവാചകൻ. കാരണം എന്താണ്? ബൈനഹു വ ബൈന അഖീഹി ശഅരാ, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഇടയിൽ അസൂയയുണ്ട്, അവരുടെ ഇടയിൽ പരദൂഷണമുണ്ട്, അവർ തെറ്റി നിൽക്കുന്നവരാണ്. യുഖാലു തുറഖു ഹാദൈൻ, ആ 2 പേരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട എന്ന് അള്ളാഹ് പറയും. അവരുടെ പ്രശ്നങ്ങൾ തീരുന്നത് വരെ അള്ളാഹുവിലേക്ക് ആ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നില്ല എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നല്ല മനസ്സുള്ള ഒരാളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഈ പകയും വിദ്വേഷവും വെറുപ്പും ആളുകളോടൊക്കെ മനസ്സിൽ വെച്ച് നടക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, അതിനോടൊപ്പം വിവാദത്തു കൂടെ ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഗൗരവമുണ്ട്! നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ കുറിച്ച്, എങ്ങനെയുള്ള ഹൃദയമാണ് നമ്മുടേതെന്ന് നമ്മൾ ചിന്തിക്കണം. സ്വർഗം ലഭിക്കുന്നവ ആർക്കാണ്? സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാൻ കഴിയുന്നത് ആരാണ്? സ്വർഗത്തിലെ ഉന്നതമായ മുകൾ ഭാഗത്ത് വീടുകൾ ലഭിക്കുന്നവർ ആരാണ്? ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുംറത്തീൻ തലിജുൽ ജന്നത സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന സംഘത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇല്ലേ, 14-ാം രാവിലെ പൗർണമിയെ പോലെ അത്രമേൽ തെളിച്ചു നിൽക്കുന്ന പ്രകാശമുള്ള മേഘങ്ങളില്ലാതെ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രൻ എങ്ങനെ കാണാൻ കഴിയുമോ എന്ന് പ്രവാചകൻ അള്ളാഹുവിനെ കാണുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്. ആ നിലക്ക് പ്രകാശപൂരിതമായി സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവേശിക്കുന്ന ആദ്യ സംഘം എന്ന ഒരവസ്ഥ പോലും ആർക്കാണ് ലഭിക്കുക എന്ന് പറഞ്ഞു. ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഉല, 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ലാ ഇഖ്തിലാഫ, അവർക്കിടയിൽ പരസ്പരം വിഭാഗീയതയില്ലാത്തവരാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സുകളോട് ചോദിച്ചുകൊണ്ടിരിക്കണം, അവർക്കിടയിൽ വിഭാഗീയതയില്ലാത്തവരാണ്. വലാ തബാഹുദ, അവർക്ക് തമ്മിൽ പകയില്ലാത്തവരാണ്. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കപ്പെടുന്ന ആദ്യ സംഘങ്ങളുടെ ഗുണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂബുഹും ഖൽബുൻ വാഹിദ്, അവരുടെ ഹൃദയങ്ങൾ ഒന്നാണ്. അള്ളാഹുവിനെ രാവും പകലുമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. അപ്പൊ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായി തീരണം. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനോഹരമായ ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊക്കെ ആ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകനും സഹാബിമാരും പള്ളിയിൽ ഇരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കുന്നാ ജുലൂസൻ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈക്കും അൽആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹ്. ഫതലഅ റജുലുൻ മിൻ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സമയത്ത് അകത്തേക്ക് വന്നു. തൻദിഫു ലിഹിയതഹു മിൻ വുളൂഇഹി, അദ്ദേഹം എടുത്ത വുളൂഇന്റെ വെള്ളം അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിലൂടെ താഴേക്ക് വീഴുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ പാദരക്ഷകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ കണ്ടു, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പ്രവാചകൻ പറഞ്ഞു. 2ാമത്തെ ദിവസവും ഇതേപോലെ തന്നെ പ്രവാചകൻ ആവർത്തിച്ചു.
ഒന്നാമത്തെ ദിവസം വന്ന അതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ ദിവസവും അതേ വാതിലിലൂടെ കടന്നു വരുന്നു. പ്രവാചകൻ മൂന്നാമത്തെ ദിവസവും അതുപോലെ പറഞ്ഞു. അതേ വാതിലിലൂടെ അതേ വ്യക്തി അതേപോലെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി. സ്വഹാബത്തിന് അത്ഭുതം ഉണ്ടായി. സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് അവർക്ക് തോന്നി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, അതൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു കാര്യമൊക്കെ ഉദ്ദേശിച്ച് അങ്ങനെ ആ മനുഷ്യനോടൊപ്പം താമസിക്കാൻ 3 ദിവസം കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ച് അദ്ദേഹത്തിനോടൊപ്പം പോയി എന്ന ദീർഘമായ ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം പോയി. അപ്പോ രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പ്രത്യേകമായി സ്വർഗത്തിന് വേണ്ടി, സ്വർഗാവകാശി എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വ്യക്തിയല്ലേ, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോയി. രാത്രിയിൽ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ദിക്റൊക്കെ ചെല്ലുന്നുണ്ട്. ഇതൊക്കെ സ്വഹാബിമാര് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകമായും ഒന്നും കണ്ടില്ല. രാത്രിയിലൊന്നും പ്രത്യേകമായി നമസ്കരിക്കുന്നത് കണ്ടില്ല. സുബ്ഹയ്ക്ക് എണീക്കുന്നു. ഇങ്ങനെ മറ്റു സ്വഹാബിമാരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നതും കണ്ടു. അദ്ദേഹം മറ്റുള്ള വ്യക്തികൾ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തോട് ഈ സംഭവം പറഞ്ഞു. എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഖിശ്ശൻ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു വ്യക്തിയോടും ഞാൻ എന്ത് ചെയ്യില്ല, ഒരാളെയും ചതിക്കുകയില്ല. അതുപോലെ തന്നെ വല അഹ്സുദ, ഒരാളോടും എനിക്ക് അസൂയ, അള്ളാഹ് കൊടുത്തതിന്റെ പേരിൽ ഒരു അസൂയ എന്റെ മനസ്സിൽ ഉണ്ടാവുന്നില്ല. ഇതൊരു നല്ല ഹൃദയത്തിന്റെ സ്വഭാവമാണ്. ആർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ? എത്ര ആളുകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ചിന്തിക്കൂ, ആരോട് നമുക്ക് അസൂയയില്ല, ആരോടും പകയില്ല എന്ന് പറയാൻ കഴിയും. അള്ളാഹ് കൊടുത്തതിന്റെ പേരിൽ അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ 2 വിധമുണ്ട്. ഒന്ന്, അള്ളാഹു കൊടുത്തത് അവനിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം. അതൊരു ഗുരുതരമായ പ്രശ്നമാണ് അല്ലെ. മറ്റൊരാൾക്ക് അള്ളാഹു ഒരു നിഅമത്ത് കൊടുത്തു, ഒരു അനുഗ്രഹം കൊടുത്തു, അത് അവൻ ഉണ്ടാകരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അസൂയയാണ്. അതുപോലെ അങ്ങനൊന്നുമില്ലെങ്കിലും, അത് നശിച്ചു പോകണമെന്നൊന്നും വിചാരിക്കണില്ലെങ്കിലും അല്ലെ, അവനൊന്ന് കിട്ടിയതിന്റെ പേരിൽ അസൂയപ്പെടുക അല്ലെ, നമ്മുടെ മനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാവുക, ഇതും അസൂയയാണ്, ഇത് പാടില്ലാത്തതാണ്, ഇതില്ലാത്തത് ഇത് ഒരു നിലക്കും എനിക്കിതില്ല എന്ന് ആ സ്വഹാബി പറഞ്ഞു എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ നിലക്കുള്ള ഒരു കൽബുൻ സലീമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറാൻ കഴിയണം. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ലാ നുതീഖു, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇല്ലേ. ആരോളോടും അസൂയ തോന്നാത്ത ഒരു സ്വഭാവം, അതൊരു നല്ല ഗുണമാണ്. അത്തരം ഗുണമുള്ളവരായി നമ്മൾ മാറാൻ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുന്നു അല്ലെ. സംഭവം നമ്മൾ കേട്ടില്ലേ? നബി പറഞ്ഞു അല്ലെ, ആളുകളൊക്കെ ആ മനുഷ്യനെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. ആരാ പറഞ്ഞത്? സ്വാലിഹീങ്ങളായ മനുഷ്യരാ പറയുന്നത്. അപ്പൊ നബി പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, സ്വർഗം നിർബന്ധമായി എന്ന് പ്രവാചകൻ പറഞ്ഞു അല്ലെ. സ്വാലിഹായ 3-ൽ കൂടുതൽ മനുഷ്യർ ഒരു വ്യക്തി, ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്ന് പറയണമെങ്കിൽ ഖൽബുൻ സലീമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീർന്നാൽ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? പിശുക്കില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ കഴിയണം. മുഹാജിരീങ്ങൾ മക്കയിൽ നിന്ന് എല്ലാ ത്യാഗവും സഹിച്ച് തന്റെ സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് തന്റെ കുടുംബത്തെയും മക്കളെയും എല്ലാ വീടും എല്ലാം ഉപേക്ഷിച്ച് പ്രവാചകനോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പോയി. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. മദീനയിൽ അവരെ ഇരുകൈനീട്ടി സ്വീകരിച്ചവർ, അതിന്റെ അതിർത്തിയിലേക്ക് വന്ന് അവരെ സ്വീകരിക്കാൻ കാത്തുനിന്നവർ ആരാണ്? മദീനയിൽ ഉണ്ടായിരുന്ന അൻസാരികളാണ്. അവര് എന്താ ചെയ്തത്? ഒരു അസൂയയുമില്ലാതെ, ഒരു വിദ്വേഷവുമില്ലാതെ ആ സഹോദരങ്ങളെ അവരെ കൈനീട്ടി സ്വീകരിച്ച ഒരു ചരിത്രം, വിശാലമായ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ സമ്പാദ്യങ്ങൾ പകുതി കൊടുത്തു അല്ലെ. 2 ഭാര്യയുള്ളവർ ഒരാളെ ത്വലാഖ് ചൊല്ലി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭാര്യയെ നൽകാൻ തയ്യാറായിരുന്നവർ. അതുപോലെ തന്നെ എല്ലാ നിലക്കും പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്, വല്ലദീന തബഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ ഖാന ബിഹിം ഖസാസ വമൻ യൂക ശുഖ നഫ്സിഹി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയിച്ചവർ. മനസ്സിന്റെ ഉള്ളിൽ ഒരു അംശം പോലും അസൂയയില്ലാതെ മുന്നോട്ട് പോയവരാണ് ആ സ്വഹാബിമാർ എന്ന് കാണാൻ സാധിക്കും. അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താണ്? യഖൂലുന റബ്ബന
റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ. ദീനിന്റെ മാർഗത്തിൽ ഇഖ്വത്തോടുകൂടി സഹോദരങ്ങൾ, മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ്. ഒരു ഉമ്മയുടെ മക്കളെ പോലെ ജീവിക്കേണ്ടവരാണ്. ഒരു കെട്ടിടം പോലെ മുന്നോട്ട് പോകേണ്ടവരാണ്. അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല മനസ്സുള്ള, സ്നേഹം പങ്കുവെക്കുന്ന വിശ്വാസിയാണോ നമ്മൾ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരേപോലെ ജീവിക്കണം. നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു അപകടം സംഭവിച്ചാൽ, കൈക്കൊരു അപകടം സംഭവിച്ചാൽ കാലിനും അതിന്റെ വേദന ഉണ്ടാകും, അത് ഉറക്കമുളയ്ക്കും. അതുപോലെ തന്നെ ശരീരത്ത് പനി ഉണ്ടാകും, അല്ലെ? ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ വിശ്വാസികൾ പരസ്പരം പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, സ്നേഹത്തിൽ ഊന്നിയ മുന്നോട്ട് പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു പറഞ്ഞതാണ്. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ വിശ്വാസികൾ മുന്നോട്ട് പോകണം. ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം. 3 ഗുണങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത്. അവരുടെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ, അവർ തമ്മിൽ അടുപ്പത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ, എല്ലാ നിലക്കും വിശ്വാസികൾ ഒരു ശരീരം പോലെ മുന്നോട്ട് പോകണം. പരസ്പരം കാരുണ്യത്തിലും സ്നേഹത്തിലും സഹായത്തിലും ചേർന്ന് നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. പകയും വിദ്വേഷവും വെച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, മനസ്സിനൊരു സമാധാനവും അത്തരം ആളുകൾക്ക് കിട്ടില്ല. നല്ല മനസ്സോടുകൂടി ജീവിച്ച സഹാബത്ത് മരണസമയത്ത് പോലും അവർ മറ്റുള്ളവരോട് പറയും, ഒരാളെ കുറിച്ചും കുറ്റങ്ങൾ എന്നോട് പറയണ്ട, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും, അത് നമുക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമാണ്. വേറെ ഒരാളെ കുറിച്ച് അവനെ ഇല്ലായ്മ പറയുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക, അവനെ മോശപ്പെടുത്തുക, അതിലൊക്കെ എല്ലാവർക്കും വലിയ ആവേശവും ഊർജവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പാടില്ലാത്ത, സ്വഹാബിമാര് പറഞ്ഞതാണ്. ആരെക്കുറിച്ചും ഇല്ലാത്തത്, ആരെക്കുറിച്ചും അവരുടെ ഒരു ന്യൂനത ഞങ്ങളോടൊന്നും വന്ന് പറയരുത്. എല്ലാവരോടും നല്ല നിലയിൽ കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ലാ യുബല്ലിഅനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈഖൻ ഫഇന്നി ഉഹിബ്ബു അൻ യുഖ്റജ ഇലൈഹിം അന സലീമുസ് സദ്ർ. നല്ല ഹൃദയവുമായി എല്ലാവരെയും കണ്ടുമുട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും നല്ല മനസ്സുള്ളവരായി മാറണമെന്നാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. നല്ല ഹൃദയത്തിന്റെ ഉടമകളായി സഹോദരങ്ങളെ മാറുക. അതിനെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് നല്ല പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലാ തജൽ ഫീ ഖുലൂബിനാ ഇല്ല ലില്ലദീന ആമനൂ. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അസൂയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും, പകയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അതുപോലെ തന്നെ പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. വഹുസ്നി ഇബാദത്ത് വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ. നല്ല ഹൃദയം, സത്യസന്ധമായ നാവിനും അതുപോലെ തന്നെ അടിച്ചുവാരപ്പെട്ട ഹൃദയം, ഖൽബുൻ സലീമായ ഹൃദയത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സഖാഹാ എന്ന് തുടങ്ങിയ പ്രാർത്ഥന ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ. ഇല്ലേ, മോശപ്പെട്ട പ്രവർത്തനങ്ങളുള്ള ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. ഇളകി മറയുന്ന ഹൃദയത്തെ ദീനിന്റെ മാർഗത്തിൽ ഈ നിലക്ക് ഖൽബുൻ സലീമായി ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനയാണ്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ. അള്ളാഹു എന്റെ ഹൃദയത്തിനെ നീ പ്രകാശം ഉള്ളതാക്കണേ. അള്ളാഹുവിന്റെ പ്രകാശം നമ്മുടെ മുന്നിലും ഇടതും വലതും മുകൾ ഭാഗത്തും എല്ലാ ഭാഗത്തും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീങ്ങി നല്ല ഒരു ഖൽബുൻ സലീമായ ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ അള്ളാഹുവേ നീ എന്റെ ഹൃദയത്തെ പ്രകാശമുള്ളതാക്കണം. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ എന്ന പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം. 6 പ്രാർത്ഥനകൾ പറഞ്ഞു. നമുക്കറിയുന്ന പ്രാർത്ഥനകൾ പഠിക്കുക, ഇത് ജീവിതത്തിൽ എപ്പോഴും കൊണ്ട് നടക്കുക. നല്ല ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറുക. അതോടൊപ്പം നല്ല വിചാരം ഉണ്ടാകുക, ആളുകളെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകുക. മോശം പറഞ്ഞ് പലരും വരും, അല്ലെ? ആളുകളെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്, അല്ലെ? അതൊന്നും ഉണ്ടാകില്ല. ഒരാളെ കുറിച്ച് ഒരു മോശം നമ്മളോട് വന്നു പറഞ്ഞാലും അതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം ഖുർആനിലുണ്ട്. ആ നിലക്കൊരു നല്ല വിചാരം, സൽവിചാരം, അല്ലെ? അതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ പിഴവുകൾ നമ്മളോട് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഇളവുകൾ തിരയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ ബലഅക അൻ അഖീക ശൈഉൻ ഫൽതമിസ് ലഹു ഉദ്റ. നിന്റെ അടുത്തേക്ക് നിന്റെ സഹോദരന്റെ ഒരു ന്യൂനതയും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ നീ ഒരു ഉദ്റ എന്ന് തിരയണം. അത് ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചത് പോയതായിരിക്കും എന്ന് നീ പറയണം. ഒരു ഉദ്റ നീ അതിനുവേണ്ടി ഒരു ന്യൂനത പറഞ്ഞാൽ തിരയണമെന്നാണ്.
ഒരു ഉദര നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒന്നുമല്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അല്ലാതെ അദ്ദേഹത്തിന് അത് സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ ഗുണം. നമ്മൾ അങ്ങനെയാണോ? ചെറുത് കിട്ടിയാൽ അത് കത്തിച്ച് വലുതാക്കും, എന്നിട്ട് എത്ര ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാൻ പറ്റുമോ അത്രയും പ്രചരിപ്പിക്കും. അവന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ പ്രവർത്തിക്കും. നമ്മൾ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും ന്യൂനതകൾ നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തെ അള്ളാഹു തടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറുക. അതിനെന്ത് വേണം? പ്രവാചകൻ ഒരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നു. ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാവുകയില്ല, ഹത്താ തഹാബു, നിങ്ങൾ വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടാക്കും എന്ന് പ്രവാചകൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഗുണം, കൽബുൻ സലീമിന്റെ ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത്തരം വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശ്വാസികളോട് പറയുന്ന ഒരു ആയത്ത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾ തേടുക. വജാഹിദു ഫീ സബീലില്ലാഹ്, അവന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്നാണ്. സഹോദരങ്ങളെ, മെയ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മെയ് 1 ലോക തൊഴിലാളി ദിനമായി ലോകത്ത് ആചരിച്ചിരിക്കുകയാണ്. ഓരോ ദിനങ്ങളും ഇങ്ങനെ ആചരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധമാണ് നമുക്ക് അതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു മതമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തു വെക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന. എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും പല തൊഴിലുകൾ ചെയ്യുന്നവരാണ്. കച്ചവടം ചെയ്യുന്നവരുണ്ടാകാം, പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം. ഇസ്ലാം അതിന്റെ ആരാധനയുടെ ഭാഗമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ വരുമാന മാർഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തൊഴിലും എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ പ്രോത്സാഹനം അതിന് നൽകിയിട്ടുണ്ട്. മാ അക്കല അഹദുൻ തുആമൻ ഖത്തുൻ ഖൈറ, ഏറ്റവും നല്ല ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മിൻ അയ്യഖുല മിൻ അമലി യദിഹി, അവന്റെ കൈകൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് കാണാൻ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ് പ്രവാചകന്മാർ എന്ന് കാണാം. അതിന് ഉദാഹരണമായി മഹാനായ പ്രവാചകൻ ദാവൂദ് നബിയുടെ ചരിത്രം. ഒരു രാജാവായിരുന്നിട്ട് പോലും അദ്ദേഹം കൊല്ലപ്പണിയെടുത്ത്, ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന തൊഴിൽ അതൊരു ഇബാദത്താക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്ക് തൊഴിലുകളോട് ചിലരൊരു വിമുക്തി കാണിക്കുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, ചില തൊഴിലുകളോട് അതൊരു 2ാം കിട തൊഴിലായി കാണാം. ബാർബർ പണി, അതുപോലെ മീൻ പിടിക്കാൻ പോകല്, ഇത്തരം തൊഴിലുകളൊക്കെ മോശമായി. ഒരു തൊഴിലും മോശമല്ല. പ്രവാചകന്മാർ മീൻ പിടിക്കാൻ പോയവരുണ്ട്, അതുപോലെ തന്നെ ആടിനെ മേയിച്ചവരുണ്ട്, അതുപോലെ ഇരുമ്പിനെ കൊല്ലപ്പണി എടുത്തവരുണ്ട്. ഇതൊക്കെ ഒരു തൊഴിലും മോശമായ തൊഴിലല്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസി ആ നിലക്ക് ജോലികളെ കാണാൻ പാടില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക.
വൈറ്റ് കോളർ ജോബുകൾ മാത്രം എന്തോ ഒരു മഹത്വമുള്ളതായി കാണുന്ന ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് മോശമായ ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറെ ആളുകൾ വന്നു. പ്രവാചകൻ ഇങ്ങനെ കൈ കൊടുക്കുകയാണ്, ഹസ്തദാനം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി മാത്രം മാറി നിൽക്കുന്നത് കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾ ഹസ്തദാനം നൽകാതെ മാറി നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇച്ചിരി കട്ടിയുള്ള ഒരു പണിയെടുക്കുന്ന ആളാണ്, എന്റെ കൈ മൊത്തം തഴമ്പാണ്. അതിങ്ങനെ കൈ തരുമ്പോ പ്രവാചകൻ അതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മാറി നിന്നത് എന്ന് ആ വ്യക്തി പറഞ്ഞു. പ്രവാചകൻ ആ മനുഷ്യനെ ആലിംഗനം ചെയ്തു, അദ്ദേഹത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയുടെ കൈകൾ നിങ്ങൾ കണ്ടോ എന്നാണ് ആ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ചെയ്യുമ്പോൾ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹറാമായ ജോലികൾ ചെയ്യാൻ പാടില്ല, ഹറാമായ സമ്പാദ്യം പാടില്ല എന്നതാണ്. അതല്ലാത്ത ഹലാലായ ഏത് മാർഗത്തിലുള്ള ജോലികളും അതിൻ്റെതായ മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ചെയ്യുന്ന ജോലികൾ ഏറ്റവും നന്നായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുഹിബ്ബു ഇദാ അമല അഹദുക്കും അമലൻ ഐ യുത്ഖിനഹു, ചെയ്യുന്ന ജോലി ഏറ്റവും പെർഫെക്റ്റായി ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനൊരു ചതിയും വഞ്ചനയും ഒന്നും കാണിക്കാൻ പാടില്ല. ചെയ്യുന്ന ജോലികൾ ഏറ്റവും വൃത്തിയായി ചെയ്യുക, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് പൊതുവെ ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന ഒരു അവസ്ഥ, ഒരു മാനസിക ചിന്താഗതി ഇന്ന് പലപ്പോഴും പല ആളുകൾക്കുണ്ട്. അതിനുവേണ്ടി പല കുടുക്കുകളിൽ പോയി ചാടുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത്തരം ഒരു ചിന്താഗതി പാടില്ല. ഏത് ചെറിയ ജോലിയാണെങ്കിലും അതിന് മഹത്വം കാണണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഭവനുമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെ ബാങ്ക് കൊടുക്കുന്ന പണിയൊക്കെ, അല്ലെ മുഅദ്ദിൻ എന്ന് പറയുന്നത് ഒരു മോശം പണി, അതാരും ചെയ്യില്ല. അതിന് ചില ആളുകൾ മാത്രം അത് എന്തോ ഒരു മോശം പണിയായിട്ടൊക്കെ കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലൊക്കെ ഇന്ന് കാണാൻ സാധിക്കും. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫീ നിദാ, ബാങ്കിനെ സംബന്ധിച്ച്, ബാങ്ക് കൊടുക്കുന്ന ജോലി, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിർവഹിക്കുന്ന ജോലി, അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഒന്നാമത്തെ സഫിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ യസ്തഹമു അലൈഹി ലസ്തഹമു, നിങ്ങൾ അതിനു വേണ്ടി ധൃതി കൂട്ടുകയും മാത്സര്യം കാണിക്കുകയും ഞെറുക്കിട്ടിട്ടാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കൊടുക്കുന്നവർ കഴുത്തു നീണ്ടവരായി പ്രത്യേക പരിഗണനയോടുകൂടി ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെയ്യുന്ന അത്തരം ജോലികൾ അഭിമാനകരമായ ഒരു തൊഴിലായി കാണുന്ന അവസ്ഥ സമൂഹത്തിന്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തൊഴിലാളികൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അതിന്റെ ശമ്പളം കൊടുക്കുക എന്നത് പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജോലിയിലൂടെ നേടുന്ന കൂലി ഹലാലാകണം. അതുപോലെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പലിശ, ഹറാമുകൾ കടന്നു വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. സമ്പാദ്യം എങ്ങനെയും ഉണ്ടാക്കാം. അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മക്കളുടെ ശരീരത്തെ പ്രവേശിച്ചാൽ നമ്മളുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കണം. നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നിയ്യത്തു തഹവ്വുലുൽ ആദത്തി ഇലൽ ഇബാദ. പൊതുവേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, വീട്ടുജോലി, സ്ത്രീകളാകുന്ന വീട്ടുജോലി, അല്ലെങ്കിൽ നമ്മൾ ഒരു പെയിന്റിന്റെ പണിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ മറ്റൊരു സർക്കാർ ജോലിയാണ്, ഏത് ജോലിയാകട്ടെ, ആ ചെയ്യുന്ന ജോലി ഒരു ആദത്തായി ചെയ്യുന്ന കാര്യം, അത് നിങ്ങൾക്കൊരു ഇബാദത്തായി മാറ്റാൻ കഴിയും. എന്ത് വേണം? നല്ല നിയത്ത് വേണം. എന്റെ കുടുംബത്തെ പോറ്റാൻ പോകുമ്പോൾ എന്റെ ആരോഗ്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും റബ്ബിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഭൗതികമായി ചെയ്യുന്ന ജോലി ചെയ്യുന്നതെങ്കിൽ അതൊരു ഇബാദത്തായി അള്ളാഹു സ്വീകരിക്കപ്പെടുമെന്നാണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ നിയത്തുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാറുകളെ വിളിച്ചുകൊണ്ട് പറയാണ്, അൽ അമലു ഷറഫുൻ, അള്ളാഹു പറയാണ് തൊഴിൽ ഒരു മാന്യതയാണ്, വൽ അമലു വാജിബുൻ, തൊഴിൽ ഒരു കർത്തവ്യമാണ്, വൽ അമലു ത്വരീഖുൽ ജന്ന, തൊഴിൽ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, വഇൻ താബത്തിൻ നിയ്യ, നിങ്ങളുടെ നിയ്യത്ത് നന്നാക്കിയാൽ, വസലഹൽ ഖസ്ബു, അതുപോലെ വരുമാനം നീതിയുക്തമായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെ മറ്റുള്ളവന്റെ കയ്യിലുള്ളത് കരസ്ഥമാക്കുക, ഇത്തരം ഒരു അസൂയയുടെയും അതുപോലെ അത്തരം ഒരു ദുസ്വഭാവവും നമുക്ക് പാടില്ല. കൽബുൻ സലീം ആയിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ പ്രവാചകനും സഹാബത്തും മദീനയിലേക്ക്
ചെന്നു. ഒരു സംഭവം കൂടെ സൂചിപ്പിക്കുകയാണ്. മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെ മുഹാജിറുകളും അൻസാറുകളും ഉണ്ട്. രണ്ടു കൂട്ടരെയും പ്രവാചകൻ വിളിച്ചു. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന പൊതുവായിട്ടുള്ള ഒരു ഉപദേശങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇത് നമുക്കും വേണം. ഈ പള്ളിയിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ആലോചിക്കാം, ആരോടും നമുക്ക് പക ഉണ്ടാകാൻ പാടില്ല, ആരോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, ആരോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവനൊരു പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രയാസമാകണം. അവനൊരു വേദന ഉണ്ടെങ്കിൽ അത് നമ്മുടെ വേദനയായി മാറണം. ഒരു ശരീരം പോലെ ജീവിക്കണം. അത് മുഅ്മിനീങ്ങളുടെ ഗുണമാണ്. അൽ മുസ്ലിമൂന ഇഖ്വ, മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അത് ഉപദേശിച്ചു. എന്നിട്ട് പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബിമാരെന്ത് ചെയ്തു എന്നറിയോ? അവർക്കുള്ളതെല്ലാം ആ വന്നവർക്ക് കൊടുത്തു എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇഷ്ടമുള്ള ഭാര്യയെ വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തങ്ങളുടെ കച്ചവടത്തിന്റെ പകുതി ഷെയർ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്റെ വീട്, അതുപോലെ എല്ലാം അവർക്ക് നൽകാമെന്ന് പറഞ്ഞു. ഈ നിലക്ക് സഹോദരങ്ങളായി മുന്നോട്ട് പോയി. അപ്പൊ ചില സഹാബിമാര്, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം മക്കയിൽ നല്ല കച്ചവടം ചെയ്യാൻ അറിയുന്ന വ്യക്തിയായിരുന്നു. മക്കയിൽ കച്ചവടം ചെയ്ത് വലിയ കോടീശ്വരനായ വ്യക്തിയാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. തന്റെ കയ്യിൽ ഒന്നുമില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് ചെല്ലുന്നത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവിടെയുള്ള ഒരു പണക്കാരനായ സ്വഹാബിയുമായിട്ടാണ് പ്രവാചകൻ ചേർത്തത്. ആ സ്വഹാബി എല്ലാം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്ന ചന്ത എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയാം, ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്യാം. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ കച്ചവടം ചെയ്ത് അതുപോലെ വലിയ കോടീശ്വരനായി എന്നത് ചരിത്രത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്വഭാവം നമുക്കുണ്ട്. മറ്റുള്ളവന്റെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ എത്രയാണ് അള്ളാഹ് നൽകുന്നത് തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആനും അത് പറഞ്ഞു, വലാ തതമന്നൗ, നിങ്ങൾ മറ്റുള്ളവർ അള്ളാഹു കൊടുത്ത ഔദാര്യത്തെ, അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ നിങ്ങൾ ആഗ്രഹിക്കുകയും അത് മോഹിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രത്യേകം ഓർപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, സ്ത്രീകൾ, വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവരെ ഒരു നിലക്കും അവഗണിക്കരുത്. ഒരുപാട് കഷ്ടപ്പാടുകൾ, മക്കളെ നോക്കുന്നു, വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നു, അതുപോലെ അങ്ങനെ വീട് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീകളെ അവർക്കുള്ള പരിഗണനകൾ നൽകാൻ നമ്മൾ തയ്യാറാകണം. വീട്ടു ജോലികളിൽ സഹായിക്കാൻ പുരുഷന്മാരായ ആളുകൾ തയ്യാറാകണം. അതോടൊപ്പം ആ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നല്ല നീയത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഉത്തരവാദിത്തം. അള്ളാഹു എന്ത് ചെയ്താലും അള്ളാഹിന്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടും. നല്ല നീയത്തുണ്ടെങ്കിൽ ആ നീയത്ത് കൂടി ഉണ്ടാകാൻ, പ്രതിഫലങ്ങൾ ആഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അവരെ അംഗീകരിക്കണം, അവരെ പരിഗണിക്കണം. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടു കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ജാരിയായ സ്വതക്കുകളിൽ നമ്മുടെ സംഭാവനകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും വരുന്ന അലേന്ത് ഖുർആൻ ക്ലാസ്സുകൾ എല്ലാ പഠിതാക്കളും ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെല്ലാം ശിഫാഉൻ ആജിലിന് സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും നിർഭയത്വവും അമ്നിനെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രവർത്തകനായ ഷാമോന്റെ മകൾ സഫ ഷാമോൻ ISC സിലബസിൽ +2 പരീക്ഷയ്ക്ക് ചങ്ങനാശ്ശേരി SHS സ്കൂളിൽ 96% മാർക്ക് വാങ്ങി ടോപ്പ് റാങ്കോടുകൂടി വിജയിച്ച വിവരം സന്തോഷപൂർവ്വം എല്ലാവർക്കും അറിയിക്കുകയാണ്. പ്രത്യേകമായ ഒരു കാര്യം, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫി ആയ ഇൽമിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.